നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഈ മത്സരം. രണ്ട് ലെജൻഡുമാർ തമ്മിൽ നേർക്ക് നേർ. ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് ലൂക്ക മോഡ്രിച്ച്. അതിൽ ഒരാളുടെ അവസാനത്തെ വേൾഡ് കപ്പ് മത്സരമായിരിക്കും ഇന്ന്. രണ്ടുപേരും 40 കടന്നവരാണ്. അപ്പോൾ ഈ രണ്ട് താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പോർച്ചുഗലിൻ്റെ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു, ആളുകളുടെ ചിന്താഗതിയെ മറികടന്ന രണ്ടുപേരാണിവർ. 40 കടന്നാലും ഇതേ ലെവലിൽ കളിക്കുക എന്നുള്ളത് ആളുകൾ അങ്ങനെ ചിന്തിക്കാത്ത കാര്യമല്ലേ. അതും മറികടന്നു പോയ ഫുട്ബോളിൻ്റെ ഐക്കൺസാണ് ഇവരെന്ന് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു. അതുപോലെ ക്രൊയേഷ്യയുടെ താരം ലിവാക്കോവിച്ചിൻ്റെ വാക്കുകൾ നമുക്ക് നോക്കണം. ഏതായാലും ലൂക്ക മോഡ്രിച്ച് വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ. റോബർട്ടോ മാർട്ടിനസ് പറയുന്നു, നമ്മൾ സംസാരിക്കുന്നത് ആളുകളുടെ ഒപ്പീനിയൻസിനെ, ചിന്താഗതിയെ മാറ്റിമറിച്ച രണ്ടുപേരെക്കുറിച്ചാണ്. അവരുടെ ലോങ്വിറ്റി, അവരുടെ കരിയറിൻ്റെ ലോങ്വിറ്റി അത് എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മോഡ്രിച്ചിനെ കുറിച്ച് സംസാരിക്കുന്നു, അദ്ദേഹം 40 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ്റെ കാര്യവും. സോ മോഡ്രിച്ച് ആൻഡ് അവർ ക്യാപ്റ്റൻ ആർ ഐക്കൺസ് ഓഫ് വേൾഡ് ഫുട്ബോൾ. ലോക ഫുട്ബോളിൻ്റെ ഐക്കണുകളാണ് മോഡ്രിച്ചും ഞങ്ങളുടെ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും എന്നാണ് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞതെങ്കിൽ ലിവാക്കോവിച്ച്, അദ്ദേഹം ക്രൊയേഷ്യയുടെ ഗോൾ കീപ്പറാണ്. സോ ക്രൊയേഷ്യൻ ഗോൾ കീപ്പറായിട്ടുള്ള ഡൊമിനിക് ലിവാക്കോവിച്ചിൻ്റെ വാക്കുകളിലേക്കുന്നു. അദ്ദേഹം പറയുന്നു, ഈ രണ്ട് പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലൂക്ക മോഡ്രിച്ച് രണ്ടുപേരും ഗ്രേറ്റ് പ്ലേയേഴ്സാണ്. ഫുട്ബോളിൽ അവരുടേതായിട്ടുള്ള മാർക്കുകൾ രേഖപ്പെടുത്തിയവരാണ്, അവരുടേതായിട്ടുള്ള ചരിത്രം കുറിച്ചവരാണ്. ഞാൻ കൺവിൻസ്ഡാണ്, ഞങ്ങൾ ലൂക്കയ്ക്ക് വേണ്ടി, ലൂക്കയുടെ ഈ ജേണി തുടരാൻ വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തിരിക്കും. എനിക്കറിയാം ലൂക്കയെ, എനിക്ക് നന്നായിട്ടറിയാം. എനിക്കറിയാം അദ്ദേഹം ഞങ്ങളുടെ ടീമിന് എന്താണ് എന്ന്. ഞങ്ങളുടെ ടീമിൽ എല്ലാവർക്കും ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനു വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും എന്ന് ലിവാക്കോവിച്ചും പറയുമ്പോൾ ഇന്ന് കളിക്കളത്തിൽ ഒരു മികച്ച പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം. രണ്ടിലൊരാൾ അവരുടെ അവസാന വേൾഡ് കപ്പ് മത്സരം കളിച്ച് ഇന്ന് പിരിയും. കാത്തിരിക്കാം, അതാരാകുമെന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.